ഇന്നുവരെ ആയിരക്കണക്കിന് ആളുകൾ കാടുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവരിൽ ചിലർ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അവരെ തിരയാൻ നൂറുകണക്കിന് ആളുകൾ ഇറങ്ങി. ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, പരിശീലനം നേടിയ സെർച്ച് ഡോഗ്സ് എല്ലാവരും തിരഞ്ഞു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. ഒരു നിമിഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യൻ അടുത്ത നിമിഷം ഭൂമിയിൽ നിന്നും മാഞ്ഞുപോയതുപോലെ അപ്രത്യക്ഷനായി. ഇതാണ് മിസ്സിംഗ് 411 എന്ന പേരിൽ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ദുരൂഹമായ കേസുകളുടെ കഥ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അന്യഗ്രഹ ജീവികളെക്കുറിച്ചോ അല്ലെങ്കിൽ ടൈം ട്രാവലിനെ കുറിച്ചോ അല്ല. പകരം നൂറ്റാണ്ടുകളായി മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഒരു വിചിത്രമായ സാധ്യതയെക്കുറിച്ചാണ്. ചിലർ വിശ്വസിക്കുന്നത് ഈ ആളുകളെ കൊണ്ടുപോയത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മറ്റെന്തോ ശക്തിയാണെന്നാണ്. അത് എന്താണ്? ഒരു പുരാണമോ ഒരു ആത്മീയ യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ ഇതുവരെ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും ഒന്നോ? അമേരിക്കൻ പ്രസംഗകനും ശുശ്രൂഷകനുമായ ട്രോയി ബ്രൂവർ തൻ്റെ ജീവിതത്തിൽ നേരിട്ട അനുഭവിച്ചതുമായ പങ്കുവച്ച ഒരു സാക്ഷ്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അവകാശവാദമാണ്. സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു വസ്തുതയായി അവതരിപ്പിക്കാനാകില്ല. എന്നാൽ അതാണ് ഈ കഥയെ കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്നത്. നമ്മൾ ആദ്യം വസ്തുതകളിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം എല്ലാ മിസ്സിംഗ് പേഴ്സൺ കേസുകളിലും അമാനുഷികമാണെന്ന് പറയുന്നത് തെറ്റാണ്. പലരും വഴിതെറ്റുന്നു. ചിലർ പരിക്കേറ്റ് കാട്ടിൽ കുടുങ്ങുന്നു. മഴ, മഞ്ഞ്, തണുപ്പ്, വിശപ്പ്, ദാഹം ഇവയൊക്കെ ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ മതി. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലാ കേസുകളും ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ചില കേസുകളിൽ ഒരു കാര്യം വീണ്ടും വീണ്ടും സംഭവിക്കുന്നതായി അന്വേഷണ സംഘങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ആൾ അവസാനമായി കണ്ട സ്ഥലം വരെ കാൽപ്പാടുകൾ കാണാം. പക്ഷേ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ആ കാലടികൾ പെട്ടെന്ന് അവസാനിക്കുന്നു. അതിനുശേഷം ഒന്നുമില്ല, മുന്നോട്ടുമില്ല, പിന്നോട്ടുമില്ല. ഒരു മനുഷ്യൻ കാറ്റിൽ ലയിച്ചു പോയതുപോലെ അപ്രത്യക്ഷനാകുന്നു. ഇനി മറ്റൊരു വിചിത്രമായ കാര്യം, സെർച്ച് ഡോഗ്സ് മനുഷ്യരുടെ ഗന്ധം കിലോമീറ്ററുകളോളം പിന്തുടരാൻ കഴിയുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച നായ്ക്കളാണ്. പക്ഷേ ഈ കേസുകളിൽ അവയും ഒരു സ്ഥലത്തെത്തിയാൽ ഗന്ധം നഷ്ടപ്പെടുന്നു. അവ ആശയക്കുഴപ്പത്തിലാകുന്നു, ചുറ്റും കറങ്ങുന്നു. പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിനിന്നും വ്യക്തമായ ഉത്തരമില്ലെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു രംഗം മനസ്സിൽ കാണും. നിങ്ങൾ 5 സുഹൃത്തുക്കളുമായി ഒരു കാട്ടിലൂടെ നടക്കുകയാണ്. എല്ലാവരും ഒരേ പാതയിൽ. നിങ്ങൾ 2 സെക്കൻഡ് പിന്നിലേക്ക് നോക്കുന്നു. എല്ലാവരും വരുന്നു. വീണ്ടും മുന്നോട്ട് പോകുന്നു. ഒരു നിമിഷത്തിനു ശേഷം വീണ്ടും തിരിഞ്ഞു നോക്കുന്നു. പക്ഷേ നിങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന ഒരാൾ അവിടെയില്ല. അയാൾ വിളിക്കുന്നില്ല, ഓടുന്ന ശബ്ദമില്ല, സഹായത്തിനുള്ള നിലവിളിയുമില്ല, ഒന്നുമില്ല. വെറും നിശബ്ദത മാത്രം. ഇത്തരത്തിലുള്ള വിവരണങ്ങൾ പല ദുരൂഹ കേസുകളിലും കാണപ്പെടുന്നുവെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ അവയെല്ലാം ഒരേ കാരണത്തിലാണെന്നും തെളിയിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് പിന്നിൽ എന്താണ്? അതിനു മുമ്പ് നമുക്ക് കാടുകളെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം കാടുകൾ നമ്മൾ കരുതുന്നതിലും അപകടകരമാണ്. എല്ലാ മരങ്ങളും ഏകദേശം ഒരേപോലെ, എല്ലാ വഴികളും ഒരേപോലെ. കുറച്ചു സമയം കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോർ ദിശ തിരിച്ചറിയാനുള്ള കഴിവ് പതിയെ നഷ്ടപ്പെടുത്താൻ തുടങ്ങും. ശബ്ദങ്ങൾ വിചിത്രമായി കേൾക്കും. ഒരു ശബ്ദം ഇടതുവശത്താണെന്ന് തോന്നും, പക്ഷേ അത് വലതുവശത്തു നിന്നായിരിക്കും വരുന്നത്. മരങ്ങൾ കാഴ്ച മറയ്ക്കും. ചെറിയ തെറ്റുകൾ വലിയ തെറ്റുകളാകും. അതിലേക്ക് ക്ഷീണവും ഭയവും ദാഹവും പാനിക്കും ചേർന്നാൽ ഒരു മനുഷ്യൻ സ്വന്തം തീരുമാനങ്ങൾ പോലും തെറ്റായി എടുക്കാൻ തുടങ്ങും. ഇതാണ് ശാസ്ത്രം പറയുന്ന യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ കഥയല്ല. അമേരിക്കൻ പ്രസംഗകൻ നേരിട്ട ചില സംഭവങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹം മെക്സിക്കോയിലെ ചിയാപാസ് എന്ന പ്രദേശത്ത് കുട്ടികളെ മനുഷ്യക്കടത്തിൽ നിന്ന് രക്ഷിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി നിരവധി ആളുകളുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അവിടുത്തെ നാട്ടുകാർ ഒരു വിചിത്രമായ കാര്യം പറയുകയുണ്ടായി. കുട്ടികൾ കാണാതാകുമ്പോൾ അവരെ ഭീമന് കൊടുത്തു. ആദ്യമൊക്കെ ട്രോയി ബ്രൂവറും അതൊരു നാട്ടുകഥ മാത്രമാണെന്ന് കരുതിയത്. കുട്ടികളെ പേടിപ്പിക്കാൻ പറയുന്ന ഒരു പഴയ വിശ്വാസം. പക്ഷേ ഒരു ദിവസം എല്ലാം മാറി. ഒരു മലമുകളിൽ പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ചുറ്റും വിശ്വാസികൾ. മണിക്കൂറോളം പ്രാർത്ഥന തുടർന്നു. അപ്പോൾ ട്രോയ് ദൂരെയുള്ള മറ്റൊരു മലഞ്ചെരുവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ഒരു വലിയ മരം മാത്രം. വെറുതെ അതിൻ്റെ രൂപം മനസ്സിൽ വരച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒന്നുകൂടി ശ്രദ്ധിച്ചത്. അവിടെ 2 മരങ്ങൾ. ഞാൻ തെറ്റായി കണ്ടതാകുമോ? അദ്ദേഹം വീണ്ടും സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ആ സംഭവം നടന്നത്. ആ 2ാമത്തെ മരം പതിയെ രൂപം മാറാൻ തുടങ്ങി. ആദ്യം 2 കൈകൾ, പിന്നീട് 2 കാലുകൾ. ഒരു ഭീമൻ മരത്തിന്റെ രൂപത്തിൽ നിന്നും മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറുന്നത് പോലെ. അല്പസമയം അത് ചലിച്ചു. പിന്നെ വീണ്ടും മരമായി. ട്രോയ് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ശരിക്കും കണ്ടതാണോ ഇത്?
അദ്ദേഹം വീണ്ടും അത് നിരീക്ഷിച്ചു. അല്പസമയം കഴിഞ്ഞ് അതേ സംഭവം വീണ്ടും ആവർത്തിച്ചു. ഈ പ്രാവശ്യം ആ രൂപം മുന്നോട്ട് ചാഞ്ഞ് പ്രാർത്ഥന കേൾക്കുന്നത് പോലെ നിൽക്കുകയായിരുന്നു. ട്രോയ് പറയുന്നു, ആ നിമിഷം തനിക്കൊരു ചിന്തയുണ്ടായി. ഇത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. അദ്ദേഹം ധൈര്യത്തോടെ ആ രൂപത്തോട് സംസാരിച്ചു. ഞാൻ നിന്നെ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് ഇനി ഈ പ്രദേശത്ത് അധികാരമില്ല. അങ്ങനെ പറഞ്ഞതോടെ ആ രൂപം വീണ്ടും മാറി. ഈ പ്രാവശ്യം അത് ഭയപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു. കോപത്തോടെ ആടിക്കൊണ്ട് തന്നെ നോക്കുന്നത് പോലെ ട്രോയ് വിവരിക്കുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സാക്ഷ്യമാണ്. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ട്രോയ് തന്റെ മകനെ വിളിച്ച് ഒന്നും പറയാതെ ദൂരെയുള്ള മലയിലേക്ക് നോക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകൻ കുറച്ചു നിമിഷങ്ങൾ നോക്കി നിന്ന ശേഷം പറഞ്ഞത് ഒരേ ഒരു വാക്ക്, അച്ഛാ, അതൊരു ഭീമനാണ്. ട്രോയ് പറയുന്നതനുസരിച്ച് അതിനുശേഷം അവർ ചേർന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ ആ രൂപം തിരിഞ്ഞ് മലയുടെ മറുവശത്തേക്ക് നടന്നുപോയി. നടക്കുമ്പോൾ മരമായും മനുഷ്യനായും മാറി മാറി അപ്രത്യക്ഷമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം സത്യമാണോ, അതോ ഒരു ആത്മീയ അനുഭവത്തിന്റെ വ്യാഖ്യാനമാണോ, അല്ലെങ്കിൽ കാഴ്ചയുടെ തെറ്റോ? ഇതിന് തെളിവുകളോടെ ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല. പക്ഷെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള വനാത്മാക്കളെയും രൂപം മാറുന്ന ജീവികളെയും കുറിച്ചുള്ള കഥകൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ലേഷി, ഒരു വനത്തിന്റെ യജമാനൻ എന്ന് സ്ലാവിക് പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ആ ദുരൂഹ സത്ത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ കഥയിലെ ഏറ്റവും ദുരൂഹമായ ഭാഗത്താണ്. ലോകത്തിന്റെ പല സംസ്കാരങ്ങളിലും കാടുകളെ വെറും മരങ്ങളുടെ കൂട്ടമായിട്ടല്ല, ജീവിക്കുന്ന ഒരു ലോകമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അവിടെ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത എന്തോ ശക്തികൾ ഉണ്ടെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അത്തരം വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ലേഷി. സ്ലാവിക് നാടോടി കഥകളിൽ ലേഷിയെ കാടിന്റെ യജമാനൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവൻ ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറാൻ കഴിവുള്ളവനാണെന്ന് കഥകൾ പറയുന്നു. ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, ചിലപ്പോൾ വഴിതെറ്റിയ ഒരു യാത്രക്കാരൻ, ചിലപ്പോൾ മരങ്ങളുടെ ഉയരത്തോളം വളർന്ന ഒരു ഭീമൻ. ചില കഥകളിൽ അവന്റെ ശരീരം മരത്തൊലി പോലെയാണെന്ന് പറയുന്നു. മുടി പായലും ഇലകളും പോലെ, കണ്ണുകൾ പച്ചയോ സ്വർണ്ണ നിറമോ തിളങ്ങുന്നതായി വിവരിക്കപ്പെടുന്നു. പക്ഷെ അവനെ ഏറ്റവും അപകടകാരിയാക്കുന്നത് അവന്റെ രൂപം മാറാനുള്ള കഴിവാണ്. കഥകൾ പറയുന്നത് അവൻ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ ശബ്ദം അനുകരിക്കുമെന്നാണ്. നിങ്ങളുടെ പേര് വിളിക്കും, നിങ്ങൾ ആ ശബ്ദം പിന്തുടരും. അറിയാതെ കാടിന്റെ കൂടുതൽ ആഴത്തിലേക്ക് നടക്കും. അവിടെ നിശാബോധം പൂർണ്ണമായി നഷ്ടമാകും. ചുറ്റും നോക്കുമ്പോൾ എല്ലാ മരങ്ങളും ഒരുപോലെ, എല്ലാ വഴികളും ഒരുപോലെ. നിങ്ങൾ നടക്കുന്നത് മുന്നോട്ടാണെന്ന് കരുതും, പക്ഷേ യഥാർത്ഥത്തിൽ അതേ സ്ഥലത്ത് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതാണ് ലക്ഷ്യയെക്കുറിച്ചുള്ള പുരാണങ്ങൾ പറയുന്നത്. ചില നാടോടി കഥകളിൽ ഇതിലും ഭയപ്പെടുത്തുന്ന ഒരു വിശ്വാസമുണ്ട്. കാടുകളിൽ കാണാതാകുന്ന ചില ആളുകളെ ലക്ഷി സ്വന്തം ലോകത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമല്ല, പക്ഷേ നൂറ്റാണ്ടുകളായി ജനകീയ വിശ്വാസങ്ങളുടെ ഭാഗമായ ഈ കഥകൾ നിലനിൽക്കുന്നു. അപ്പോൾ മിസ്സിംഗ് 411 കേസുകൾ ഇവയുമായി ശരിക്കും ബന്ധപ്പെട്ടതാണോ? സത്യത്തിൽ നമുക്കറിയില്ല. കാരണം മിക്ക കേസുകൾക്കും ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. വഴിതെറ്റിയാൽ അപകടങ്ങൾ, കാലാവസ്ഥ, മൃഗങ്ങളുടെ ആക്രമണം, മനുഷ്യരുടെ കുറ്റകൃത്യങ്ങൾ, ഇവയെല്ലാം യഥാർത്ഥ കാരണങ്ങളാകാം. എന്നാൽ ചില കേസുകൾ ഇന്നും ഉത്തരം കിട്ടാതെ അന്വേഷണ ഫയലുകളിൽ അടഞ്ഞുകിടക്കുന്നു. അതാണ് ഈ വിഷയം ഇന്നും ലോകത്തെ ആകർഷിക്കുന്നത്. എന്നാൽ ബൈബിൾ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടസേനയോടുമത്രേ. ഈ വചനം കാടുകളിൽ ഭീമന്മാർ ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ആത്മീയ ലോകം യാഥാർത്ഥ്യമാണെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഏതൊരു സാക്ഷിയും പുരാണവും അനുഭവവും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വിവേകത്തോടെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മിസ്സിംഗ് 411 വെറും പ്രകൃതി ദുരന്തങ്ങളുടെ ഫലമോ, അല്ലെങ്കിൽ ഇന്നും മനുഷ്യന് മനസ്സിലാകാത്ത മറ്റെന്തെങ്കിലും ഇവിടെ പിന്നിലുണ്ടോ? നിങ്ങളുടെ ചിന്ത കമന്റിൽ എഴുതൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ലോകത്തിലെ മറ്റൊരു അവിശ്വസനീയമായ രഹസ്യവുമായി വീണ്ടും കാണാം. അതുവരെ ജാഗ്രതയോടെ ഇരിക്കുക, സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഗോഡ് ബ്ലസ് യു.